ക്രിസ്തുക്കൾക്കൊപ്പം കൺവശമില്ലാത്ത രക്തം എല്ലാം പൊറുക്കുന്ന ചിത്തം വല്ലഭ കാഴ്ചയായിക എല്ലാം പൊറുക്കുന്ന ചിത്തം വല്ലഭ കാഴ്ചയായിക അൾത്താരയില്ലാത്ത ബലിയായി. ഗുഡ് മോർണിംഗ്. ഒരു നിമിഷം എല്ലാവർക്കും ഈ സന്തോഷത്തിൻ്റെയും ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസം സ്വാഗതം അരുൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. വളരെ പ്രത്യേകമായിട്ട് ഈ ദിവസത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മളുടെ ഇന്നേ ദിവസത്തിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അലനും മെർലിനുമാണ്. പ്രത്യേകമായിട്ട് അവരെ ഈ കുദാശ സ്വീകരണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ലൈവിൽ സംബന്ധിക്കുന്നവരുണ്ട്, അവരുടെ കുടുംബാംഗങ്ങൾ, അവരോരോരുത്തരെയും പ്രത്യേകമായിട്ട് ഈ വിവാഹ കർമ്മത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ നേതൃത്വം നൽകുന്നത് മാത്യുച്ചേട്ടൻ്റെ പെങ്ങളുടെ മകനായ ജോസഫ് പുല്ലുകാട്ടിൽ അച്ഛനാണ്. അച്ഛൻ കണക്റ്റിക്കട്ട് സീറോ മലബാർ ചർച്ചിൻ്റെ പാസ്റ്ററാണ്. അച്ഛനായിരിക്കും മെയിൻ സെലബ്രൻറ്റും വിവാഹം ആശീർവദിക്കുന്നതും. അച്ഛനെ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ജോസഫ് അച്ഛൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് അഗസ്റ്റിൻ മന്നാപറമ്പിൽ അച്ഛനാണ്. അച്ഛൻ സെൻറ്റ് പീറ്റേഴ്സ് കൊളംബിയ പള്ളിയുടെ പാസ്റ്ററാണ്. അഗസ്റ്റിൻ അച്ഛൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് ബെന്നി ജോസ്. അച്ഛൻ സെൻറ്റ് ജോസഫ് വർക്കർ ദ ബോണോവിൽ ചർച്ചിൻ്റെ പാസ്റ്ററാണ്. ഞാൻ ഫാദർ ഡിജോ കോയിക്കര ഈ ഇടവകയിൽ സേവനം ചെയ്യുന്നു. വളരെ പ്രത്യേകമായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും ഈ ഇടവകയിലേക്കും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് വളരെ ഭക്തിപൂർവം ഇന്നത്തെ ഈ ദിവ്യബലിയിൽ പങ്കുചേർന്ന് നമുക്ക് അലനും മെർലിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പാടുന്ന സമയം, സ്വർഗം തുറക്കുന്ന സമയം. മാലാഖമാർ പാടുന്ന സമയം, സ്വർഗം തുറക്കുന്ന സമയം. ഏദെൻ കുടുംബത്തിൽ കർത്താവാം ദൈവം അനുഗ്രഹം ചൊരിയുന്ന സമയം. ഏദെൻ കുടുംബത്തിൽ കർത്താവാം ദൈവം അനുഗ്രഹം ചൊരിയുന്ന സമയം. മാലാഖമാർ പാടുന്ന സമയം, സ്വർഗം തുറക്കുന്ന സമയം. ഇസ്രായേൽ പ്രിയജനമായി ആദിയിൽ ഉടമ്പടി ചെയ്തു ഞാൻ. ഇസ്രായേലിൻ പ്രിയജനമായി ആദിയിൽ ഉടമ്പടി ചെയ്തു ഞാൻ. ജീവിതകാലം കൃപയോടെ വാഴാൻ വിശ്വസ്തമാം ബലിയായി
പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലിയർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയ ഐക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമനരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന് നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എൻ്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തൻ്റെ സ്നേഹം മൂലം നിന്നെ തൻ്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അഴകെല്ലാം അന്തരികമാവുന്നു. അവളുടെ മേലങ്കി പൊന്നുപൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും.
നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സഹ്യോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മാത്തപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് അരുളിച്ചെയ്ത മിശിഹ നമുക്ക് മാർഗദൈവമായിരിക്കട്ടെ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മധ്യരു നിത്യമഹോന്നതമോ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും വർദ്ധനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊപ്പം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന 2-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ.
ഗുരു ആശീർവദിക്കണമേ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി. അവയ്ക്ക് മനുഷ്യൻ എന്തു പേരിടുമെന്ന് അറിയാൻ അവിടുന്ന് അവയെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്കിണങ്ങിയ തുണയെ കണ്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢനിദ്രയിലാഴ്ത്തി. ഉറങ്ങിക്കിടന്ന അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്തതിനു ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ലുകൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് ഇവൾ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം അധ്യായം 3 വാക്യങ്ങൾ 1 മുതൽ 7 വരെ. വിഷയാദിനിരിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കും കൊണ്ടല്ല പെരുമാറ്റം കൊണ്ടും വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകമായ നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാകുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരരത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിന് പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രഹാമത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോട് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന അതുമായി ഞാനതൊഴുക്കിടട്ടെ. യജമാനുഗ്രഹപൂരിത കവിത തുലിക പോലെന്നാവിപ്പോ. താതനും അതുപോലെ
സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ, ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ 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 പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ശംശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവരുടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ അലൻ, മെർലിൻ, അലൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ജോർജ് മാത്യു, അമ്മ ഗ്രേസി ജോർജ്, മെർലിൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ മാത്യു തോമസ് ആൻഡ് മേരിക്കുട്ടി മാത്യു, പ്രിയ അലൻ്റെയും മെർലിൻ്റെയും കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഏറെ സന്തോഷമുണ്ട്. ഇന്ന് അലനും മെർലിനും ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ മുന്നിൽ ഒരു വലിയൊരു യെസ് പറയുകയാണ്. ഞങ്ങൾ സമ്മതം മൂളുന്നു, സമ്മതം പറയുന്നു എന്ന് പറയാം. ഇന്ന് സമൂഹത്തിലേക്ക് നോക്കിയാൽ വിവാഹങ്ങൾ വളരെ വ്യത്യസ്തമായിട്ടാണ് നടത്തപ്പെടുന്നത്. ചിലവരല്ല വ്യത്യസ്തങ്ങൾക്ക് വേണ്ടിയിട്ട് ആകാശത്ത് വെച്ച് വിവാഹങ്ങൾ നടത്തുന്നു. ചിലവരാണെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് വിവാഹങ്ങൾ നടത്തുന്നു. ഇനി വന്നാണെങ്കിൽ റിയാലിറ്റി ഷോകളുടെ സ്റ്റൈലിൽ പോലും വിവാഹങ്ങൾ നടത്തുന്നു. ഇന്നലെ വാലന്റൈൻസ് ഡേ ആയിരുന്നു. പലരും പല രീതിയിലുള്ളൊക്കെ പ്രപ്പോസ് ചെയ്ത് വിവാഹങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ വിവാഹങ്ങൾ പല രീതിയിൽ നടത്തപ്പെടുന്ന ഈ സമൂഹത്തിൽ ഒരു ഫോറിനർ, അമേരിക്കയിൽ നിന്നുള്ള ഒരാളാണ് കേരളം കാണാനായിട്ട് സന്ദർശിക്കാനായിട്ട് പോയി. അദ്ദേഹം അവിടുത്തെ വ്യത്യസ്തമായ കൾച്ചറും ആളുകളെയെല്ലാം ഇഷ്ടപ്പെട്ടു, അവിടുത്തെ സംസ്കാരങ്ങൾ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം തീരുമാനിച്ചു, എന്തുകൊണ്ടും ഞാൻ ഇവിടെ നിന്ന് ഒരു നല്ലൊരു സുന്ദരിയെ വിവാഹം കഴിക്കുന്നതാണ് നല്ലതെന്ന് തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹം ആ ഫോറിനർ തീരുമാനിച്ചു ആ സായിപ്പിന് നല്ല പരമ്പരാഗത രീതിയിൽ, ഭാരതീയ രീതിയിൽ വിവാഹം നടത്തണം.
കൊട്ടും കുരവയും അമ്പലത്തിലൊക്കെ വെച്ച് സെറ്റ് സാരിയും എല്ലാം ജൂബയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഭാരതീയ സ്റ്റൈലിലായിരിക്കണം വിവാഹമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അമ്പലത്തിൽ വെച്ച് വിവാഹം നടത്തി, വളരെ ആഘോഷമായിട്ട് നടത്തി. സായിപ്പിന് ഒത്തിരി സന്തോഷമായി. സായിപ്പ് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം എഴുന്നേറ്റ് നന്ദി പറയുവാനായിട്ട് എഴുന്നേറ്റ് നിന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ട് അവസാനം ഇങ്ങനെ കൂട്ടിച്ചേർത്തു, എൻ്റെ അടുത്ത വിവാഹവും ഇവിടുന്ന് തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞു. സ്നേഹമുള്ളവരെ, വിവാഹം ഒരു ചടങ്ങല്ല. എന്തുകൊണ്ടാണ് അലനും മെർലിനും ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്നത് ചോദിച്ചാൽ, ഇത് ഒരു കൂദാശ സ്വീകരണമാണ്. ഈ കൂദാശ സ്വീകരണത്തിലൂടെ അദൃശ്യനായ ദൈവത്തിൻ്റെ വലിയ കൃപ ഈ വിവാഹം എന്ന കൂദാശയിലൂടെ ദൃശ്യമാക്കി തരികയാണ്. ഈ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുവാനുള്ള, പ്രവേശിക്കുവാനുള്ള എല്ലാ കൃപകളും ഈ നിമിഷം ഈ വിവാഹം എന്ന കൂദാശയിലൂടെ നിങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ രണ്ടുപേരും മനസ്സിലൂടെ പല കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരിക്കാം. എനിക്ക് നല്ലൊരു ഭർത്താവാകാൻ പറ്റുമോ, എനിക്ക് നല്ലൊരു ഭാര്യയാവാൻ പറ്റുമോ, എങ്ങനെയൊക്കെ ആയിരിക്കും ദൈവമേ കുടുംബജീവിതം. ഈ ചിന്തകളൊക്കെ സ്വാഭാവികമാണ്, ഉള്ള കാര്യം പറഞ്ഞേക്കാം. അതൊക്കെ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം അഭ്യർത്ഥിക്കാനുണ്ട്. ഈ സമയത്ത് ഇവരെ പിടിച്ച് എന്തും അനുസരിക്കും. അത് കാരണം അലനോടും മെർലിനോടും ഒരു അഭ്യർത്ഥനയുണ്ട് എനിക്ക്. ഒരുപക്ഷെ അലന് ഭാര്യയെപ്പറ്റിയുള്ള വളരെ വലിയ സങ്കല്പങ്ങൾ മനസ്സിൽ വച്ചിട്ടുണ്ടായിരിക്കാം, മെർലിനും വച്ചിട്ടുണ്ടായിരിക്കാം. ഭർത്താവിനെ പറ്റിയുള്ള വലിയ വലിയ ചിന്തകൾ, അത് ചിലപ്പോൾ സിനിമയിൽ നിന്ന് കിട്ടിയതായിരിക്കും, നോവലിൽ നിന്ന് കിട്ടിയതായിരിക്കും, ചില നല്ല ദമ്പതികളുടെ ജീവിതം കണ്ടിട്ടായിരിക്കണം. എൻ്റെ ഭർത്താവ് ഇങ്ങനെയായിരിക്കണം, എൻ്റെ ഭാര്യ ഇങ്ങനെയായിരിക്കണം, ഞങ്ങളുടെ വിവാഹ ജീവിതം ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇങ്ങനത്തെയൊക്കെ സ്വപ്നങ്ങളൊക്കെ കണ്ടുവച്ചിട്ടുണ്ടോ? സത്യം പറയണം, ഉണ്ടോ? ചിരിച്ചു കാണിക്കുന്നുണ്ട്, ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എൻ്റെ അഭ്യർത്ഥന ഇതാണ്, ഈ ചിന്താഗതികളെല്ലാം ഈ പള്ളിക്ക് പുറത്തേക്ക് എറിയണം. നിങ്ങളുടെ മനസ്സ് ശൂന്യമാക്കുക. ഈ വിവാഹം എന്ന കൂദാശയിലൂടെയാണ് നിങ്ങളുടെ വിവാഹ ജീവിതം ആരംഭിക്കുന്നത്. നമുക്കിവിടെ ഇന്നത്തെ സുവിശേഷത ഭാഗത്തിൽ കാണുന്നുണ്ട്, ശൂന്യമായ കൽഭരണികളിലേക്കാണ് തമ്പുരാൻ വെള്ളം നിറയ്ക്കുവാനായിട്ട് പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ ശൂന്യമാക്കണം. അവിടെ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കേണ്ടത്. സങ്കല്പത്തിലുള്ള ഭർത്താവിന് വേണ്ടിയും ഭാര്യയ്ക്ക് വേണ്ടിയും നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയാൽ കുറച്ച് കഴിയുമ്പോൾ ചിലവരോടൊക്കെ ഞങ്ങൾ ചോദിക്കാറുണ്ട്, വിവാഹ ജീവിതം എങ്ങനെയുണ്ട്? അച്ഛൻ ഉദ്ദേശിച്ച ജോലിയല്ല കേട്ടോ. കാരണം ഇപ്പോഴും സ്വപ്നത്തിലെ ഭർത്താവിനും ഭാര്യയ്ക്കും വേണ്ടിയാണ് അന്വേഷിച്ച് നടക്കുന്നതെങ്കിൽ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. മറിച്ച് ദൈവം നൽകിയ ഭർത്താവുണ്ട്, ദൈവം നൽകിയ ഭാര്യയുണ്ട്. അത് ഇന്ന് ഈ ദേവാലയത്തിൽ വെച്ച് അലന് മെർലിനെ ഭാര്യയായി നൽകിയാണ്, മെർലിന് ഭർത്താവായിട്ട് അലനെ നൽകിയാണ്. ആ കൂദാശയിലൂടെ നിങ്ങൾ എല്ലാ കൃപകളും സ്വീകരിക്കുകയാണ്. നിങ്ങളുടെ ചിന്തകൾ വന്നല്ലോ, എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുമോ, ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ? ആ ചിന്തകൾ മറച്ചിട്ട് മാറ്റി വച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ദൈവമാണ് ഞങ്ങൾക്ക് ഈ വിവാഹ ജീവിതത്തിനുള്ള കൃപ നൽകണം, ദൈവമേ അനുഗ്രഹിക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് ഇന്നത്തെ രണ്ടാമത്തെ വായനയിലും പറഞ്ഞതുപോലെ ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് വിധേയരായവൻ, ഈ വിധേയപ്പെടുക. ഒരു ഭർത്താവ് ഭാര്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ബഹുമാനമാണ്. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കുവിൻ എന്നാണ് പറയുന്നത്. ഒരിക്കൽ ഈ ബഹുമാനിക്കണം എന്നതൊക്കെ പറഞ്ഞ് ദമ്പതികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് എടുക്കുകയായിരുന്നു. അപ്പോൾ ക്ലാസ് എടുക്കുന്ന അവസരത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞു. സാറ ഭർത്താവായ അബ്രാത്ത് വിളിച്ചിരുന്നത് നാഥ എന്നായിരുന്നു, വളരെ ബഹുമാനത്തോടുകൂടി. അപ്പോൾ ബാക്കിലിരുന്ന ഒരു ഭർത്താവ് എഴുന്നേറ്റ് നിന്നിട്ട് പറയുക, അച്ഛ നാഥ എന്ന് വിളിച്ചില്ലെങ്കിലും കോന്ത എന്ന് വിളിക്കാതിരുന്നാൽ മതി എന്ന് പറയുകയാണ്. ചിലവരെ വിവാഹജീവിതത്തിലെ ഈ പരസ്പര ബഹുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും. അതോടൊപ്പം തന്നെ പ്രകടിപ്പിക്കുന്ന സ്നേഹവും. അത് പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുമെന്നാണ് ഭർത്താക്കന്മാരോട് പറയുന്നത്. ഒരു ഭാര്യ ഏറ്റവും കൂടുതൽ സ്വന്തം ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പ്രകടിപ്പിക്കുന്ന സ്നേഹമാണ്. സ്നേഹം ഉള്ളിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അത് വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ പറയണം. അതുകൊണ്ട് ഇന്നു മുതൽ ഏറ്റവും കൂടുതൽ സ്നേഹമൊക്കെ പ്രകടിപ്പിച്ച് അനുഭവിക്കുവാനുള്ള കൃപ
നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ടാണ് ഇടയ്ക്ക് നമ്മുടെ ഈ കുടുംബജീവിതത്തിലൊക്കെ പറയുന്നത്, ഓ ഇന്ന് നീ നല്ല സുന്ദരിയായിരിക്കുന്നു, നിൻ്റെ ഡ്രസ്സ് കൊള്ളാം, അല്ലെങ്കിൽ നിൻ്റെ ഭക്ഷണം കൊള്ളാം. ചെറിയ ചെറിയ വാക്കുകളായിരിക്കാം, പക്ഷെ ആ വാക്കുകൾ സ്നേഹപ്രകടനങ്ങളാണ്. ഇന്ന് നീ എന്നോടൊപ്പം എൻ്റെ കൂട്ടത്തിൽ നിന്നു, അല്ലെങ്കിൽ നീ എന്നെ മനസ്സിലാക്കി. ഇങ്ങനെയുള്ള പല വാക്കുകളും സ്നേഹപ്രകടനങ്ങളാക്കി മാറ്റുവാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ പരസ്പരം ബഹുമാനവും സ്നേഹം പ്രകടിപ്പിച്ചുള്ള സ്നേഹവും നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ധാരാളമായിട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവസാനമായിട്ട് 3 അനുഗ്രഹങ്ങൾ എല്ലാ വിവാഹ ജീവിതത്തിലും ഉണ്ടായിരിക്കണം. 1 ദൈവാനുഗ്രഹം, 2 മാതാപിതാക്കളുടെ അനുഗ്രഹം, 3 ജീവിത പങ്കാളിയുടെ അനുഗ്രഹം. 1 ഭർത്താവിനേക്കാൾ ഉപരി കർത്താവായിരിക്കണം വിവാഹ ജീവിതത്തിൽ. എപ്പോഴും ദൈവത്തിന് 1-ാം സ്ഥാനം നൽകുക. പ്രത്യേകിച്ച് ഈ ഫെബ്രുവരി മാസത്തിൽ, ഈ മാസം തിരുക്കുടുംബത്തിന്, ഹോളി ഫാമിലിക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഹോളി ഫാമിലിയിൽ എന്താണ് നമ്മൾ കാണുന്നത്? പ്രശ്നങ്ങളില്ലാത്ത കുടുംബമാണോ? അവിടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. വിവാഹത്തിന് മുമ്പ് ഭാര്യയായ മറിയത്തെ സ്വീകരിക്കണമേ എന്നുള്ള ചിന്തകൾ, അതോടൊപ്പം തന്നെ ജോസഫിന് സ്വപ്നത്തിലൂടെ ദൈവം പ്രത്യക്ഷപ്പെടുന്ന കാര്യങ്ങൾ, വീണ്ടും കുഞ്ഞുണ്ടായതിന് ശേഷം ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിന് ഒരു സ്ഥലം പോലും ഇല്ലാത്തൊരവസ്ഥ, ഇനി കുഞ്ഞുണ്ടായതിന് ശേഷം ഈശോയുമായിട്ട് ദൈവപുത്രനായിട്ട് ഓടുന്ന അവസ്ഥ, ഈശോയെ കാണാതെയാവുന്ന അവസ്ഥ, അങ്ങനെ ഈശോയെ തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസ്ഥ, ഇതെല്ലാം ഹോളി ഫാമിലി ഈ കുടുംബജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങൾ. അപ്പോൾ കുടുംബജീവിതത്തിലും അസ്വസ്ഥതകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒരു കുടുംബജീവിതത്തിലും പ്രശ്നങ്ങളില്ലാത്ത കുടുംബജീവിതം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മറിച്ച് ഹോളി ഫാമിലി, പ്രത്യേകിച്ച് ഈ തിരുക്കുടുംബം എന്താണ് ചെയ്തത്? ഈ സാഹചര്യത്തിലെല്ലാം ദൈവഹിതം അന്വേഷിക്കുന്നതിന് വേണ്ടി അവർ കാത്തുനിന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തുനിന്നു. ദൈവത്തോട് കേണപേക്ഷിച്ചു. പിന്നീട് നമുക്കറിയാം, മാലാഖ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളും ദൈവം ഇടപെട്ട് പറഞ്ഞ കാര്യങ്ങളും എല്ലാം അവരെ അനുസരിക്കുകയാണ് ചെയ്തത്. ഇതാണ് ദൈവാനുഗ്രഹം ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ദൈവത്തെ അനുസരിക്കുക, ദൈവത്തിന് 1-ാം സ്ഥാനം നൽകുക, പ്രാർത്ഥനയ്ക്ക് 1-ാം സ്ഥാനം നൽകുക, ഒന്നിച്ച് പ്രാർത്ഥിക്കുക. ഇതാണ് വളരെ പ്രത്യേകമായിട്ട് പറയേണ്ടത്. ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ദൈവാനുഗ്രഹം കടന്നു വരിക തന്നെ ചെയ്യും. പിന്നെ അതോടൊപ്പം 2-ാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെയാണ്. തീർച്ചയായിട്ടും ഇന്ന് അലൻ്റെ പ്രിയ മാതാപിതാക്കൾ മെർലിൻ്റെ പ്രിയ മാതാപിതാക്കളായിട്ട് മാറുകയാണ്. അതോടൊപ്പം തന്നെ മെർലിൻ്റെ മാതാപിതാക്കൾ അലൻ്റെ മാതാപിതാക്കൾ, അലന് പ്രത്യേകമായിട്ടുള്ള മാതാപിതാക്കളായി മാറുകയാണ്. എന്താണ് ഏറ്റവും കൂടുതൽ ഇന്ന് സന്തോഷിക്കുന്ന ഇവരാണ്. അവളൊരു വലിയ അഭിമാനത്തോട് സന്തോഷത്തോടു കൂടിയാണ് മക്കളെ ഈ അൽത്താരയിലേക്ക് ആനയിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നതും ഈ മാതാപിതാക്കളായിരിക്കും. അതുകൊണ്ട് അവരോടുള്ള ബഹുമാനത്തിലൂടെ, അത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ്, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിലൂടെ നിനക്കും നിൻ്റെ കുടുംബത്തിനും സന്തതികൾക്കും അനുഗ്രഹം ധാരാളമായിട്ട് ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ അനുഗ്രഹം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ധാരാളമായിട്ട് ഉണ്ടാകട്ടെ. അവസാനമായിട്ട് ജീവിത പങ്കാളിയുടെ, ഇന്ന് മുതൽ അലന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ആരായിരിക്കും? മെർലിനായിരിക്കും. മെർലിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടതും ആരാണ്? അലനാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, കുടുംബജീവിതത്തിലെ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒന്ന് ചേർന്ന് നിങ്ങളുടെ ആ ഒത്തുചേർന്നുള്ള പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ പരസ്പരമുള്ള ആശ്വസിപ്പിക്കലും എല്ലാം ആയിരിക്കും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളുരുകി പ്രാർത്ഥിക്കാൻ പോകുന്നതും ജീവിത പങ്കാളിയായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പരസ്പരം പങ്കുവെച്ചുകൊണ്ട് പരസ്പരം കാര്യങ്ങൾ പങ്കുവെച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ദൈവാനുഗ്രഹം കൂടുതലായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. സ്നേഹമുള്ളവരെയും ഒരിക്കൽ കൂടി എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും അലനും മെർലിനും നേരുകയാണ്. ഞാൻ പറഞ്ഞ 1-2 ചിന്തകൾ ഞാൻ ചുരുക്കി പറയുകയാണ്. നിങ്ങൾ അലനും മെർലിനും വിവാഹമെന്ന കൂദാശിയാണ് സ്വീകരിക്കുന്നത് പരിശുദ്ധമായ ദേവാലയത്തിൽ. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഈ വിവാഹം എന്ന കൂദാശിയിലൂടെ ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ശൂന്യമാക്കപ്പെട്ട ഈ മനസ്സിലേക്ക് ദൈവം അവിടുന്ന് അനുഗ്രഹിക്കുകയാണ്.
നമുക്കറിയാം അവിടെ വീഞ്ഞുണ്ടായിരുന്നു, ഇതിക്ക് മുമ്പും വീഞ്ഞു കുടിച്ചിരുന്നു, സ്വാദൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തമ്പുരാൻ അനുഗ്രഹിച്ച സ്വാദുള്ള വീഞ്ഞാണ് ഏറ്റവും സ്വാദുള്ളതായി മാറിയത്. അതായത് നിങ്ങളെ ഇന്ന് വിവാഹമെന്ന കൂദാശയോട് തമ്പുരാൻ അനുഗ്രഹിക്കുമ്പോൾ, ആശീർവദിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും മനോഹരമായ ദമ്പതികളായിട്ട് മാറുകയാണ്. അതോടൊപ്പം തന്നെ ഈ ദൈവാനുഗ്രഹങ്ങളും പരസ്പരം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. പരസ്പരം ബഹുമാനിക്കുവാനും പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുവാനും ഈ വിവാഹ ജീവിതത്തിൽ ധാരാളമായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. ദൈവാനുഗ്രഹവും മാതാപിതാക്കളുടെ അനുഗ്രഹവും ജീവിത പങ്കാളിയുടെ അനുഗ്രഹവും നിങ്ങളുടെ കുടുംബജീവിതത്തിന് ശക്തി കേന്ദ്രമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ ഈ ആഘോഷമൊക്കെ കഴിഞ്ഞ് എല്ലാവരും വൈകുന്നേരത്തോടുകൂടി ഭവനങ്ങളിലേക്കും സ്വന്തം കാര്യങ്ങളിലോട്ടൊക്കെ പോവുക ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യും. നിങ്ങളിന്ന് ഈ ജീവിതം ആരംഭിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും നിങ്ങളോടൊപ്പമുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ എല്ലാ കൃപയും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് ശാന്തമായിട്ട് അലനും മെർലിനും വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വിവാഹം എന്ന കൂദാശ സ്വീകരിക്കുമ്പോൾ തമ്പുരാനെ എല്ലാ അനുഗ്രഹങ്ങളും ഈ മക്കളിലേക്ക് ചൊരിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമർത്ഥമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മണവാട്ടി നിന്നേതാ തിരുമണവാളൻ മണവറയെങ്കിൽ നയിച്ചല്ലോ. ആനന്ദിക്കുക പ്രിയപുത്രി, ആത്മവിഭൂഷിത മണവാട്ടി നിന്നേതാ തിരുമണവാളൻ മണവറയെങ്കിൽ നയിച്ചല്ലോ. ശരീരങ്ങൾ സ്ത്രീധനമായി നിനക്കേകി, നിന്നെ ലഭിക്കാൻ സ്വയമേവം കുരിശിൽ പാവന ബലിയായി. ആനന്ദിക്കുക പ്രിയപുത്രി, ആത്മവിഭൂഷിത മണവാട്ടി നിന്നേതാ തിരുമണവാളൻ മണവറയെങ്കിൽ നയിച്ചല്ലോ. ആത്മവിശുദ്ധി പകർന്നിടാൻ നിന്നിൽ തൻ കൃപ വർഷിക്കും. നിൻ പ്രിയ സുതരെ വളർത്താനായി ഹൃദയാനന്ദം നൽകുമവൻ. ആനന്ദിക്കുക പ്രിയപുത്രി, ആത്മവിഭൂഷിത മണവാട്ടി നിന്നേതാ തിരുമണവാളൻ മണവറയെങ്കിൽ നയിച്ചല്ലോ. മണവറയെങ്കിൽ നയിച്ചല്ലോ.
വധുവരന്മാരും സാക്ഷികളും സഹായിക്കുന്ന ആളെ ഒഴിച്ചു ബാക്കി എല്ലാവരും ഇരിക്കുക. പ്ലീസ് ബി സീറ്റഡ്. അലൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മെർലിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? മെർലിൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ അലനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലത് കരം ചേർത്ത് പിടിക്കുവിൻ. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. താലി വെഞ്ചരിപ്പ്. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ബന്ധിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. മോതിരം വെഞ്ചരിപ്പ്. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മന്ത്രകോടി വെഞ്ചരിപ്പ്. കൃപാവരത്തിൻ്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ യൗസേപ്പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും യൗസേപ്പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും കുടുംബമാം യാഗവേദിയിൽ ആത്മാർപ്പണം ചെയ്തതുപോലെ അർപ്പണം ചെയ്യാൻ കുടുംബമാകാൻ പാവുകം നേരുന്നിതാ, പാവുകം നേരുന്നിതാ.
ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടിയും ഏക മനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹാ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികവുമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മാറിയൗസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ആദിമുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകടം ജോഡി രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സുദൃഢമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെ അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.
ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികളുടെ ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവായ ഈശോമിശിഹായിൽ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിന്റെ പുത്രനുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചത്താൽ സൃഷ്ടിക്കപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ജനനം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശിലുവാഴ്ത്തപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലെ മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സുകളേറ്റ് പറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കാൻ നിന്നെ ശക്തനാക്കട്ടെ. കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ അങ്ങയെ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ നിരയങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ ഇളയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം ഇസഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധൻ. രാജാവേ നിൻ സന്നിധിയിൽ
അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന. ദാവീദിൻ സുതരോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോശാന. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇളയവരും ബലഹീനരുമാകുലരുമായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ.
ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനും ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് മാർ റഫേൽ മെത്രാപോലിത്തായ്ക്കും ഞങ്ങളുടെ രൂപത മെത്രാപോലിത്ത മാർ ജോയ് മെത്രാനു വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്കും പുരോഹിതന്മാർ, സംസ്ഥാനമാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്ധകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതനമായുധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരണത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ജനത്തിനും ഇന്ന് വിവാഹം എന്ന കുദാശിലേക്ക് പ്രവേശിക്കുന്ന അലനും മെർലിനും അവർക്ക് നിയോഗത്തിനു വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശു മിശിഹായെ അങ്ങ് അയച്ചെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും അനുഷ്ഠിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ ഞങ്ങളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു.
ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ശംസിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗ്ഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗം നിശ്ചയമായി. നമ്മുടെ കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മളുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവനങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കരുണപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും സ്തുതിക്കാൻ ഞങ്ങളുടെ അതിരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ,
ദുഷ്ടാരവിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ ശംസിഹായുടെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. പാപമോചനം നൽകുന്ന ദൈവകൃപയുടെ ഈ ദാനം കാണുവിൻ. സഹോദരരെ, ഇത് സ്വീകരിച്ച് ശുദ്ധീകരിക്കപ്പെടുവിൻ.
കുരിശിപ്പാനായി സുതനെ ചെയ്യും നാട്ടിമരത്തെ കുഞ്ഞാടതിനെ ജനിപ്പിച്ചൊരു മരമുണ്ടായി അവിടെ ഇവിടെ പുത്രൻ കൈകളിലാണി തറയ്ക്കപ്പെട്ടു. ഇസഹാക്കിന്റെ കെട്ടുകളിൽ ഛേദിച്ചതുമാവിടെ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ദിവരസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനുണ്യമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറയെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായികത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നയിക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. കർത്താവായ മിശിഹായെ, ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെയും നായകനായ മറിയോസെപ്പിൻ്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായ മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടെ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുകർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.